മന്ത്രി എന്ന നിലയിലുള്ള 5 മാസത്തെ ശമ്പളം താൻ പഠിച്ച വിദ്യാലയത്തിലെ ഓഡിറ്റോറിയം നിർമ്മാണത്തിന് സംഭാവന ചെയ്ത് മന്ത്രി വി അബ്ദുറഹ്മാൻ. തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് മന്ത്രിയുടെ സംഭാവന ലഭിക്കുന്നത്. ഞായറാഴ്ച സ്കൂളിൽ നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിലായിരുന്നു മന്ത്രിയുടെ പ്രഖ്യാപനം. നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ്സ് മന്ത്രിയുടെ പ്രഖ്യാപനത്തെ വരവേറ്റത്. തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 125ാം വാർഷികത്തിന്റെ ഭാഗമായാണ് വിപുലമായ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കിയത്. സ്കൂളിന്റെ നടുമുറ്റത്തായിരുന്നു നാളിതുവരെയുള്ള വിദ്യാർത്ഥികൾ സംഗമിച്ചത്. പഠനകാലം പങ്കിട്ടും ഓർമ്മകൾ പുതുക്കിയും പഴയ വിദ്യാർത്ഥികളായി അവർ ഒരു ദിനം മുഴുവൻ സ്കൂൾ മുറ്റത്ത് ചെലവിട്ടു. തങ്ങളുടെ പഠനകാലത്ത് സ്കൂൾ പരിസരത്ത് പ്രവർത്തിച്ചിരുന്ന ഹോട്ടൽ ഉൾപ്പെടെ പുനരാവിഷ്കരിച്ചായിരുന്നു പരിപാടിയിൽ മുഖ്യാതിഥിയായാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ എത്തിയത്. തന്റെ ഗുരുനാഥന്മാരെ കണ്ടതോടെ മന്ത്രി വാരിപ്പുണർന്ന് സ്നേഹം പങ്കിട്ടു. വേദിയിൽ തന്റെ പഠനകാലം മന്ത്രി പങ്കിട്ടത് ഇങ്ങനെയായിരുന്നു. ഏറ്റവും സന്തോഷത്തോടുകൂടി ജീവിച്ചു പോകുന്ന ഒരു വിദ്യാലയാംഗം ഇതിൽ ഏത് കാലത്തും ഏത് നാട്ടിൽ ചെന്നാലും ആ സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ കഥകൾ നമുക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാനുണ്ടാവും. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പലപ്പോഴും ഈ വിദ്യാലയത്തിൽ പഠിച്ച ആളുകൾ എപ്പോഴും നമ്മൾ കാണാറുണ്ട്. അവിടങ്ങളിലൊക്കെ തന്നെ സ്കൂളിൻ്റെ കഥകൾ ചെറിയൊരു വാക്കിലെങ്കിലും പറയാതെ പോകാറ്. ഇവിടുത്തെ സ്പോർട്സ് ആയാലും ഈ കലാമേളകളായാലും പഠനകാര്യം കൂടുതൽ ചർച്ച ചെയ്യാറില്ല. മന്ത്രിയുടെ പ്രസംഗത്തിന് പിന്നാലെ സ്കൂൾ കെട്ടിട വരാന്തയിൽ മുദ്രാവാക്യം വിളി ഉയർന്നു. പഴയകാലത്തെ സമരത്തെ പുനരാവിഷ്കരിച്ച് ഒരു പറ്റം പൂർവ്വ വിദ്യാർത്ഥികളുടെ വകയായിരുന്നു സമരം. മുദ്രാവാക്യം വിളിച്ചെത്തി ബെല്ലടിച്ചതോടെ സമരത്തിന് പരിസമാപ്തിയായി. 125ാം വാർഷിക ഉപഹാരമായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനയാണ് ഓഡിറ്റോറിയം നിർമ്മാണം ഏറ്റെടുത്തിട്ടുള്ളത്. ഇതിനുള്ള ഫണ്ട് സമാഹരണത്തിന് പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ തുടക്കമിട്ടിരുന്നു. അതിനിടെയാണ് മന്ത്രി എന്ന നിലയിൽ തനിക്ക് ലഭിക്കുന്ന 5 മാസത്തെ ശമ്പളമായ 5 ലക്ഷം രൂപ സംഭാവന ചെയ്യുന്നതായി മന്ത്രി പ്രഖ്യാപിച്ചത്. വിവിധ പൂർവ്വ വിദ്യാർത്ഥികൾ ചടങ്ങിൽ സംഭാവനകൾ സമ്മാനിച്ചു. മുതിർന്ന പൂർവ്വ വിദ്യാർത്ഥികളെ ആദരിച്ചുകൊണ്ടായിരുന്നു സംഗമത്തിന്റെ തുടക്കം. ന്യൂസ് ബ്യൂറോ, തിരൂർ. കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്,